ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. Look at several examples of rational numbers in the form p by q, where p and q are integers with no common factors other than 1 having terminating decimal representation. Can you guess what the property q must have satisfied? അതായത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് എടുക്കുക. പി ബൈ ക്യൂ എന്ന ഫോമിലുള്ള റാഷണൽ നമ്പർ പിയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കണം, അഥവാ 1 അല്ലാത്ത കോമൺ ഫാക്ടർ അതിനുണ്ടാവാൻ പാടില്ല, ടെർമിനേറ്റിംഗ് ആയിരിക്കണം. ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു 1/2 എടുത്തു, സെക്കൻഡ് ഞാൻ 1/4 എടുത്തു. ആ 4നെ നമുക്ക് 2 × 1 എന്ന് എഴുതാം, പ്രൈം ഫാക്ടേഴ്സ്. വേറൊരെണ്ണം ഞാൻ എടുത്തത് 7/8. 8നെ നമുക്ക് 2 × 2 × 1 എന്ന് എഴുതാം, പ്രൈം ഫാക്ടറൈസേഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ. ദെൻ 37/25. 25നെ 5 × 5 × 1 എന്ന് എഴുതാം, 1 ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ദെൻ 125നെ 5 ക്യൂബാണ്, 5നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ദെൻ 20 എന്ന് പറയുന്നത് 4 × 5 ആണ്, 4നെ നമുക്ക് 2 × 2 × 5 എന്ന് എഴുതാം. സംഭവം ഇത്രയേ ഉള്ളൂ. ദ ഡിനോമിനേറ്റർ ഈസ് ഐദർ 2 or powers of 2. ഡിനോമിനേറ്റർ ഒന്നുകിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 2ൻ്റെ പവേഴ്സ് ആയിരിക്കും, ഓർ 5 or 5 powers of 5, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 5ൻ്റെ പവേഴ്സ് ആയിരിക്കും, ഓർ ബോത്ത്, അല്ലെങ്കിൽ ഇത് രണ്ടും. അഥവാ ഒന്നുകിൽ 2 5 ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ ഡിനോമിനേറ്റർ വരുന്നത്. ഓക്കെ,